നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 6. അങ്ങനെ സെൻസെക്സിന്റെ ഈ മാസത്തിലെ ആദ്യ വീക്കിലി എക്സ്പയറി ആണ് ഇന്ന്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റില് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയായെന്ന് ഇറാന്റെ ഭാഗത്ത് നിന്നും സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കപ്പൽ ഗതാഗത ക്രമീകരണത്തിന്റെ അന്തിമ കരട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രസ്താവനയും ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഇറാനുമായിട്ട് ഡീൽ നടത്തുവാൻ ട്രംപ് ശക്തമായ പ്രഷർ ചെലുത്തുന്നുവെന്നുള്ള റിപ്പോർട്ട്സ് ആണ് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നതും. കൂടാതെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകളും നെഗോസിയേഷനും നടക്കുന്നുണ്ടെന്നുള്ള പ്രസ്താവന ഇന്നലെയും വീണ്ടും ആവർത്തിക്കപ്പെട്ടെങ്കിലും ഇറാന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗികമായി വന്നിട്ടുള്ള പ്രസ്താവന പ്രകാരം യുഎസുമായിട്ട് ഒരു സമാധാന ചർച്ചകളും നടത്തുന്നില്ലെന്നുള്ള സ്ഥിരീകരണമാണ് ഇറാൻ നടത്തുന്നതും. അതായത് യുഎസുമായിട്ടുള്ള സമാധാന ചർച്ചകൾ ഇറാൻ തിരസ്കരിക്കുക തന്നെ ചെയ്തു. ഇറാനും ഒമാനും തമ്മിലുള്ള ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പാതയ്ക്ക് 50-50 ചാൻസ് ആണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒഫീഷ്യലായിട്ട് പങ്കുവയ്ക്കുന്നതും. കാര്യമായ ഒരു അപ്ഡേറ്റ്സ് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആയതിനാൽ തന്നെ എണ്ണയുടെയൊക്കെ വില തൽസ്ഥിതി തുടരുന്നുമുണ്ട്, ഫ്ലാറ്റ് ആയിട്ട് തന്നെ. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ലുപ്പിൻ, അപ്പോളോ ടയേഴ്സ്, ബ്ലൂ സ്റ്റാർ, പ്രോംപ്റ്റൻ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, ഏജിസ് ലോജിസ്റ്റിക്സ്, എഡൽവൈസ് ഫൈനാൻഷ്യൽ സർവീസസ്, എംക്യോ ഫാർമസ്യൂട്ടിക്കൽസ്, ക്യാമ്പസ് ആക്റ്റീവ് വെയർ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് അവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം അപ്പർ സൈഡിലേക്ക് 24,700, 24,800 എന്നീ അതിശക്തമായ റെസിസ്റ്റൻസ് സോണുകൾ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാത്തടത്തോളവും ഡൗൺ സൈഡിലേക്ക് 24,500 എന്ന സൈക്കോളജിക്കൽ ലെവലും തുടർന്ന് മിനിങ്ങാന്നത്തെ ഡേ ലോയുമായ 24,400 എന്ന ലെവലും ബ്രേക്ക് ചെയ്യാത്തടത്തോളവും ഇന്നും നിഫ്റ്റിയിൽ കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. എന്നാൽ അതേസമയം അപ്പർ സൈഡിലേക്ക് 24,800 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയാണെങ്കിൽ തുടർന്ന് 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം ഡൗൺ സൈഡിലേക്ക് മിനിങ്ങാന്നത്തെ ഡേ ലോയായ 24,400 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ അതിശക്തമായി ഒരുപക്ഷെ ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. കൂടാതെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും നിലനിൽക്കുന്നില്ല. എന്നാൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം ഇന്ത്യൻ സമയം 7:30 യുഎസിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജൂലൈ മാസത്തെ ISM സർവീസ് PMI 54.5% എന്ന ഫോർകാസ്റ്റിനെ മീറ്റ് ചെയ്യുവാനായില്ലെങ്കിൽ കൂടിയിട്ടും ജൂൺ മാസത്തെ 54% നിന്നും 54.1% ജൂലൈയില് നേരിയ വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇന്നലെ കൺസോളിഡേഷനോടുകൂടി നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടിയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെട്ടെങ്കിലും പുതിയ ക്ലോസിംഗ് ഓപ്ഷൻ സെഷന്റെ ഭാഗമായിട്ട് വന്ന ഉണർവിന്റെ ഫലമായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി നിഫ്റ്റിക്ക് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവസാന 6 ട്രേഡിംഗ് സെഷനുകളിലെ തുടർച്ചയായ ബൈയിങ്ങിന് ശേഷം ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് 943.42 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2,853.17 കോടി രൂപയ്ക്ക് ബൈയിങ്ങും ശക്തമാക്കി. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ HDFC ബാങ്ക് ADRന് 0.5% നഷ്ടത്തോടുകൂടിയും ഇൻഫോസിസിന് 1% വിപ്രോയ്ക്ക് 2.5% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ ആക്സിസ് ബാങ്ക് ADRന് 1%ലേറെയും ഡോക്ടർ റെഡ്ഡീസിന് 0.33% ICICI ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്നലെ മാർക്കറ്റിന്റെ പ്രാരംഭഘട്ടത്തിൽ യുഎസ് മാർക്കറ്റില് S&P 500നും നാസ്ഡാക്കിനും അവയുടെ റെക്കോർഡ് ഹൈ നിലനിർത്തിക്കൊണ്ട് ട്രേഡിംഗ് നടത്തുവാനായെങ്കിൽ പിന്നീട് വ്യാപാരം പുരോഗമിച്ചപ്പോൾ ആൽഫബറ്റിന്റെ AI ഡിവിഷനിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ രാജിവെക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വന്നതിനെ തുടർന്ന് സ്റ്റോക്കില് 5% നേരിടേണ്ടി വന്ന ഇടിവും കൂടാതെ ഇലൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ സ്റ്റോക്കിൽ അനുഭവപ്പെട്ട 12% ഇടിവും യുഎസ് മാർക്കറ്റുകളെ ഇന്നലെ വീക്കൻ ചെയ്തു. തുടർന്ന് S&P 500ന്
0.17%, നാസ്ഡാക്കിന് 0.83% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന പോസിറ്റീവ്നെസ് പിന്നീട് വൈപ്പ് ഔട്ട് ആയി പോവുകയും ചെയ്തു. അതിനാൽ തന്നെ പിന്നീട് UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് 0.25% നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.5%, കൊറിയൻ മാർക്കറ്റ് 3%-ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ എണ്ണയുടെ വില ഫ്ലാറ്റ് ആയിട്ട് തുടരുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 0.25%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.25%-ലേറെയും നേരിയ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രന്റ് ക്രൂഡിന്റെ വില $79.30 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $75.01 per ബാരൽ നിലയിലുമായിട്ടാണ് നിലവിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. അതേസമയം ഗോൾഡിന്റെ വിലയിൽ ശക്തമായ കുതിപ്പ് അനുഭവപ്പെട്ടിട്ടുണ്ട്. $4,292.28 per ഔൺസ് എന്ന നിലയിലേക്ക് സ്വർണത്തിന്റെ വില എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. നമ്മൾ കണ്ട പോലെ തന്നെ ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആണ്. PCR 0.73 എന്ന നിലയിലും മാക്സ് പെയിൻ 78,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. നിഫ്റ്റിയുടെ ടെക്നിക്കൽസിലേക്ക് വരുമ്പോൾ PCR 0.72 എന്ന നിലയിലും മാക്സ് പെയിൻ 24,500 എന്ന ലെവലിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇന്നലെ നിഫ്റ്റിക്ക് അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനായെന്ന് മാത്രമല്ല, ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളായ 10-20 ഡേ EM-കൾക്കും മിഡ് ഡേ മൂവിംഗ് ആവറേജായ 50 ഡേ EM-യ്ക്കും അവയുടെ അപ് ട്രെൻഡ് നിലനിർത്തുവാനുമായി RSI അതേസമയം 61.96 എന്ന നിലയിൽ ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. മാത്രമല്ല മിനിങ്ങാനും ഇന്നലെയുമായിട്ട് നിഫ്റ്റിയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ലോവർ ലെവൽസിൽ ഉടലെടുക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇന്നലത്തോടുകൂടി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ഏകദേശം മാറി മറിഞ്ഞിട്ടുണ്ട്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. എങ്കിലും 24,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. പുട്ട് സൈഡിലേക്ക് 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ONGC വെനസ്വേലയിൽ പ്രവർത്തനം പുനരാരംഭിക്കുവാൻ കമ്പനി ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ദാബ ഇന്ത്യ ഗുജറാത്തിനടുത്തുള്ള സിൽവാസിലെ കമ്പനിയുടെ പ്ലാന്റിൽ ഗുണനിലവാരമുള്ള ഉൽപാദന രീതികൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് കമ്പനിക്ക് US FDA വാർണിംഗ് ലെറ്റർ നൽകിയതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. PNC ഇൻഫ്രാടെക് കമ്പനി നിർമ്മിച്ച ലക്നൌ കാൺപൂർ എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ റോഡിൽ വിള്ളലുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് പദ്ധതിയുടെ നടത്തിപ്പുകാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമെതിരെ NHAI നടപടി സ്വീകരിച്ചു. മാത്രമല്ല റോഡിനുണ്ടായ കേടുപാടുകളെ തുടർന്ന് ടോൾ പിരിവ് നിർത്തിവെച്ച സർക്കാർ നിർമ്മാണ കമ്പനിയായ PNC ഇൻഫ്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്താനും സാധ്യതയുള്ളതായിട്ടുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ശ്രീ രേണുക ഷുഗർ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കഴിഞ്ഞ വർഷം 263.6 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ ലോസ് നേരിയ തോതിൽ കുറച്ചെങ്കിലും 251.5 കോടി രൂപയുടെ നെറ്റ് ലോസ് ആണ് ഇത്തവണയും റിപ്പോർട്ട് ചെയ്തത്. ആസ്റ്റർ DM ക്വാളിറ്റി കെയർ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് ഇയർ ഓൺ ഇയർ ബേസിസിൽ 81.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 21.6% വർധനവും രേഖപ്പെടുത്തി. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 29.3%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 23.99% ഉയർച്ച രേഖപ്പെടുത്തി. ഓൾ ടൈം പ്ലാസ്റ്റിക്സ് നെറ്റ് പ്രോഫിറ്റില് 8.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 2.4% വർധനവും രേഖപ്പെടുത്തി. പേൾ ഗ്ലോബൽ നെറ്റ് പ്രോഫിറ്റില് 48.2%, റവന്യൂവില് 24.4% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 10 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 14 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ റവന്യൂവിലും 11.2% വർധനവും രേഖപ്പെടുത്തി. ടൈം ടെക്നോപ്ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റില് 22%, റവന്യൂവില് 25.1% വർധനവ് രേഖപ്പെടുത്തി. പീസ് ഡിജിടെക്
നെറ്റ് പ്രോഫിറ്റില് 13.1%, റവന്യൂവില് 51.3% വർധനവ് രേഖപ്പെടുത്തി. അരബിന്ദോ ഫാർമ നെറ്റ് പ്രോഫിറ്റില് 25.2%, റവന്യൂവില് 16.3% വർധനവും രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.